ഇറാന് പിന്തുണ നൽകുന്ന രാജ്യമാണ് റഷ്യ. ഇസ്രായേൽ US ആക്രമണത്തിനിടയിലും റഷ്യ ഒപ്പം നിന്നതായി ഇറാൻ വെളിപ്പെടുത്തുന്നു. ജൂണിൽ ഇറാനെതിരായ ഇസ്രായേലിൻ്റെ 12 ദിവസത്തെ യുദ്ധത്തെ എതിർത്ത് ഐക്യരാഷ്ട്രസഭയിലും അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയിലും റഷ്യ നിലപാട് സ്വീകരിച്ചിരുന്നു. റഷ്യയുടെ വളരെ നല്ലതും ഉറച്ചതുമായ നിലപാടിനെ ഇറാൻ്റെ ഉന്നത സൈനിക കമാൻഡർ പ്രശംസിച്ചു. വ്യാഴാഴ്ച തെഹ്റാനിൽ ഉന്നതതല പ്രതിനിധി സംഘത്തോടൊപ്പം സന്ദർശനം നടത്തിയ റഷ്യയുടെ ഊർജ്ജ മന്ത്രി സെർജി സിവിലേജുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇറാൻ്റെ സായുധ സേനാ മേധാവി മേജർ ജനറൽ അബ്ദുൾ റഹീം മൗസവി ഈ പരാമർശം നടത്തിയത്. യുദ്ധത്തിൻ്റെ തുടക്കക്കാർ തങ്ങളല്ലെന്ന് ഇറാൻ ഒരിക്കൽ കൂടി ലോകത്തിന് മുന്നിൽ തെളിയിച്ചു. തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം നയതന്ത്രമാണെന്നും അബ്ദുൾ റഹീം മൗസവി പറഞ്ഞു. നയതന്ത്രവും ചർച്ചകളുമാണ് പ്രശ്നങ്ങൾക്കുള്ള ഏറ്റവും മികച്ച പരിഹാരമായി ഇറാൻ കണക്കാക്കുന്നത് അബ്ദുൾ റഹീം മൗസവി വ്യക്തമാക്കി. ഇറാന്റെ ശത്രുക്കൾ പലപ്പോഴും ചർച്ചകളെ വഞ്ചനയ്ക്കുള്ള ഒരു മറയായി ഉപയോഗിച്ചിട്ടുണ്ടെന്നും ജനറൽ പറഞ്ഞു. ശത്രുക്കൾ ചർച്ചകളെ വഞ്ചനയ്ക്കുള്ള മറയായി ഉപയോഗിക്കുകയും ഇറാനെതിരെ യുദ്ധം അടിച്ചേൽപ്പിക്കുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞു. ഇത്തരം ഇരട്ടത്താപ്പ് ഉണ്ടായിരുന്നിട്ടും സ്വയം പ്രതിരോധിക്കാൻ ഇറാൻ മടിച്ചില്ലെന്നും മൗസവി വ്യക്തമാക്കി. ഇറാൻ സായുധ സേന അമേരിക്കയ്ക്കും സയനിസ്റ്റ് ഭരണകൂടത്തിനും ശക്തമായതും ഉറച്ചതുമായ മറുപടി നൽകി അദ്ദേഹം പറഞ്ഞു. ജൂൺ 13-ന് ഇസ്രായേൽ ഇറാനെതിരെ ഒരു പ്രകോപനവുമില്ലാതെ ആക്രമണം നടത്തി. മുതിർന്ന സൈനിക കമാൻഡർമാർ, ആണവ ശാസ്ത്രജ്ഞർ, സിവിലിയന്മാർ എന്നിവരുൾപ്പെടെ കുറഞ്ഞത് 1064 ഇറാനികളാണ് 12 ദിവസ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങൾ ബോംബിട്ട് തകർത്തുകൊണ്ട് അമേരിക്ക ഇടപെട്ടപ്പോൾ സംഘർഷം കൂടുതൽ രൂക്ഷമായി. അന്താരാഷ്ട്ര നിയമത്തിൻ്റെ ഗുരുതരമായ ലംഘനമായി തെഹ്റാൻ ഈ നീക്കത്തെ അപലപിച്ചു. ഇറാൻ ശക്തമായി പ്രതികരിച്ചു. അധിനിവേശ പ്രദേശങ്ങളിലുടനീളമുള്ള ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ സായുധ സേന ആക്രമണം അഴിച്ചുവിട്ടു. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ US സൈനിക താവളമായ ഖത്തറിലെ അൽ ഉദൈദ് വ്യോമത്താവളത്തെയും ലക്ഷ്യമാക്കി ഇറാൻ ആക്രമണം നടത്തി. കടുത്ത പാശ്ചാത്യ ഉപരോധങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സൈനിക വിഷയങ്ങൾക്കപ്പുറം തെഹ്റാനും മോസ്കോയും തമ്മിൽ വിശാലമായ സഹകരണം വേണമെന്ന് മൗസവി പറഞ്ഞു. പാശ്ചാത്യരുടെ സമ്മർദ്ദങ്ങൾക്കിടയിലും സഹകരണം വികസിപ്പിക്കാൻ ഇറാനും റഷ്യയ്ക്കും കഴിവുണ്ട്, മൗസവി പറഞ്ഞു. സാമ്പത്തിക പ്രതിരോധ ബന്ധങ്ങൾ കൂടുതൽ ആഴത്തിലാക്കേണ്ടതിൻ്റെ ആവശ്യകത ഊർജ്ജ മന്ത്രി സിവിലേജ് ഊന്നി പറഞ്ഞു. ഉഭയകക്ഷി സഹകരണത്തിൻ്റെ നിലവാരം ഉയർത്തുന്നതിന് സംയുക്ത കമ്മീഷനുകൾ രൂപീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഒന്നിലധികം മേഖലകളിൽ ഇറാനുമായി അടുത്ത് പ്രവർത്തിക്കാൻ റഷ്യ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സിവിലേജ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയനുമായും കൂടിക്കാഴ്ച നടത്തി. ഇറാനും റഷ്യയും പോലുള്ള സ്വതന്ത്ര രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ആഗോള കാര്യങ്ങളിൽ ഏകപക്ഷീയമായ ആധിപത്യ യുഗം അവസാനിപ്പിക്കുന്നതിനുള്ള മാതൃകയായി മാറുമെന്നും പെസഷ്കിയൻ പറഞ്ഞു. ഇറാനും റഷ്യയും ഉൾപ്പെടെയുള്ള സ്വതന്ത്ര രാജ്യങ്ങൾക്കിടയിലുള്ള സഹകരണത്തിൻ്റെ വിജയകരമായ മാതൃക ലോകത്ത് ഏകപക്ഷീയതയുടെ യുഗം അവസാനിപ്പിച്ചുവെന്ന് തെളിയിക്കും, പ്രസിഡന്റ് പറഞ്ഞു. ഏകപക്ഷീയമായ അധികാരങ്ങളുടെ ആവശ്യമില്ലാതെയോ അവയെ ആശ്രയിക്കാതെയോ നമ്മുടെ രാജ്യങ്ങളെ വികസനത്തിലേക്കും പുരോഗതിയിലേക്കും നയിക്കാൻ നമുക്ക് കഴിയും, പെസഷ്കിയൻ പറഞ്ഞു. ഗതാഗതം, ഊർജം, വൈദ്യുതി ഉൽപ്പാദനം എന്നീ മേഖലകളിൽ മുമ്പ് ഒപ്പുവെച്ച കരാറുകൾ ഇറാൻ പൂർണ്ണമായും നടപ്പിലാക്കുമെന്നും പെസഷ്കിയൻ പറഞ്ഞു.